ഇതിവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. സാർ പറഞ്ഞവർ തന്നെ ഇതുപോലെ ഒരു സൗകര്യമുള്ളൊരു സ്ഥലം ഇവിടെ നോക്കിയിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് എൻ്റെ അഭിപ്രായം? എല്ലാവരും പറഞ്ഞിരിക്കണം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഒക്കെ പഠിക്കാൻ പറ്റില്ല, പൈസ ഇപ്പോൾ അയാൾക്ക് പറയാൻ അങ്ങനെ ശരിയാവില്ലല്ലോ. അതിൻ്റെ പേരിലാണ് അപ്പോൾ ബൈക്കണമാരൊക്കെ ഓരോരുത്തരൊക്കെ പറഞ്ഞിരിക്കണ്. ആരോഗ്യത്തിന് പ്രശ്നമാണെന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ ഭാഗം കൂടിയുണ്ട്. ശരീരത്തിലെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോമ്പ് കാരണമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായി നോമ്പിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷേ ദോഷങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നോമ്പും ആരോഗ്യവും എന്ന വിഷയത്തിലാണ് പ്രസംഗ പരിശീലനം നടന്നത്. ഞാനല്പം വൈകി വരാൻ, അതുകൊണ്ട് എനിക്ക് ഫൈസൽ സാറിൻ്റെ ഒരു ക്ലാസ് അല്ലെങ്കിൽ പ്രസംഗം നഷ്ടപ്പെട്ടു. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. നോമ്പിനെക്കുറിച്ച് ഞാനടക്കം 5 ആളുകൾ സംസാരിച്ചു. അതിൽ 4 ആളുകളുടേതും ഞാൻ കേട്ടു. വളരെ നല്ല അവതരണങ്ങളായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു നാടൻ ശൈലിയിലുള്ള ആ ഒരു സംസാരം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു ഉപചാരങ്ങളില്ലാതെ അടുത്ത സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതായി ഫീൽ ചെയ്തു. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2ാമത്തെ തവണയാണ് ഇവിടെ എത്തുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയുടെ മുന്നത്തെ വ്യാഴം അന്നായിരുന്നു ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അതിനേക്കാൾ എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം കൂടി, അല്പം മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാറാണ് അഭിപ്രായം പറയേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ 3-4 ആൾ, എന്നെ കൂടാതെ 4 ആൾക്കാരെ നമ്മളെ നോമ്പിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കുറിച്ചുള്ള സംസാരവും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അവരുടേതായ രീതിയിൽ സംസാരിച്ചു. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ എനിക്ക് ഇതുപോലെ ഞാനിത് എഴുതി പഠിച്ച് ആണ് പ്രസംഗിക്കാൻ ഇന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ആ എഴുതി പഠിച്ച് വന്നതുകൊണ്ട് കാര്യങ്ങൾ നമ്മളിതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായി. കാരണം ഞാനത് ഈ പേപ്പർ ഇവിടെ വെച്ചപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ പേപ്പറിലേക്കാണ് പോകുന്നത്. മനസ്സിൽ നിന്ന് വരണില്ല, കാര്യങ്ങൾ പറയാൻ മനസ്സിൽ നിന്ന് വരണില്ല. അപ്പോൾ പിന്നെ അടുത്തതെന്താ എന്നുള്ള ചിന്ത പേപ്പറിൽ നോക്കിയിട്ട് വേണം പറയാൻ. അപ്പോൾ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഒന്നും പറയാൻ കഴിയില്ല എന്ന് എനിക്ക് ഇന്നത്തോടു കൂടി ബോധ്യമായി. അപ്പോൾ ഇനി വരുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിൽ പഠിച്ചുകൊണ്ട് വന്ന് ഇവിടെ സംസാരിക്കാൻ കഴിയുന്നു ശ്രമിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.